നിങ്ങളൊരു സൈക്കോപാത്തുമായി ഇടപഴകുന്നു എന്നതിൻ്റെ 8 അടയാളങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളെ നിയന്ത്രിക്കുന്നതായോ അല്ലെങ്കിൽ കൃത്രിമമായോ തോന്നിയിട്ടുണ്ടോ? ഇത് ചിന്തിക്കുന്നത് അനുദിനം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ ചില പെരുമാറ്റങ്ങൾ സൈക്കോപാത്തിനെ സൂചിപ്പിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ സൈക്കോപാത്തുമായി ഇടപഴകുമ്പോൾ കാണാനാകുന്ന പ്രത്യേക ലക്ഷണങ്ങളെ സൂചിപ്പിക്കുന്നു. അവർ അപകടകരമായി ആകർഷകരാണ്. സൈക്കോപാത്തിൻ്റെ ആദ്യത്തെ ലക്ഷണമായിരിക്കും അവരുടെ കഴിവ്. അവർക്ക് ആവശ്യമുള്ള ഏതെങ്കിലും വ്യക്തിയെ ആകർഷിക്കാൻ കഴിയുക എന്നതാണ്. എന്നാൽ ഇത് സാധാരണ സൗഹൃദം അല്ലെങ്കിൽ ആകർഷണമായിട്ടല്ല. ഇത് ഒരു അപകടകരമായ മൃദുവായ ആകർഷണമാണ്. സൈക്കോപാത്തുകൾക്ക് ആളുകളെ വായിക്കാൻ അറിയാം. ശരിയായ കാര്യങ്ങൾ പറയാൻ അവർക്ക് കഴിവുണ്ട്. ഇത് നിങ്ങളെ പ്രത്യേകമായി തോന്നിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കി വിശ്വസിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാൻ കഴിയും. അവർ എത്രയോ വേഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കണ്ടെത്തി അതിലേക്ക് ശ്രദ്ധ പാലിക്കുന്നുണ്ടെന്ന്. ഈ തരം ആകർഷണം എത്രയോ പേർക്ക് ഹിപ്നോട്ടിക് ആയ പോലെ അനുഭവപ്പെടാം. അവർ നിങ്ങളെ വർഷങ്ങളായി അറിയുന്നത് പോലെ. എന്നാൽ യഥാർത്ഥത്തിൽ അത് മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രമേ ആയിരിക്കൂ. ഈ തരത്തിലുള്ള ആകർഷണം ഒരു ചുവപ്പ് കൊടി ആയേക്കാമെന്ന് ഓർക്കുക. അത് വളരെ തന്ത്രപരമായിരിക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും മികച്ചതായിരിക്കുകയോ തോന്നുന്നുവെങ്കിൽ. 2. അവർക്ക് യഥാർത്ഥ സഹാനുഭൂതിയില്ല. അവർ വ്യാജമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുമെങ്കിലും സൈക്കോപാത്തുകൾക്ക് മറ്റുള്ളവരോട് യഥാർത്ഥ സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ സഹാനുഭൂതിയുടെ അഭാവം ചെറിയ സൂചന നൽകുന്നു. ചിലപ്പോൾ അവർ മറ്റുള്ളവരുടെ വേദന അവഗണിക്കുകയോ തണുപ്പൻ മട്ടിൽ പ്രതികരിക്കുകയോ ചെയ്തേക്കാം. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളോട് അസ്വസ്ഥയായി അഭിനയിക്കുകയും അല്ലെങ്കിൽ അവർ വിഷയം മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്തേക്കാം. മറ്റുള്ളവരുടെ അനുഭവങ്ങളോട് അസാധാരണമായ രീതിയിൽ പ്രതികരിക്കുന്ന വ്യക്തിയെ നിങ്ങൾ നേരിടുകയാണെങ്കിൽ അത് അവരുടെ സഹാനുഭൂതി യഥാർത്ഥമായതല്ല, ഒരുപാട് കൽപ്പിതമായതായിരിക്കാം. 3. അവർ രോഗകാരണമായ നുണയന്മാരാണ്. ഒരു സൈക്കോപാത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് കള്ളം പറയുന്നതിൽ അവർക്കുള്ള സൗകര്യം. എന്നാൽ അവർ പ്രശ്നത്തിൽ പെട്ടുപോയി രക്ഷപ്പെടാൻ കള്ളം പറയുന്നതല്ല. അവർ കള്ളം പറയുന്നത് വെറും അവർക്ക് കഴിയുന്നതിനാൽ ആണ്. ഒരു സൈക്കോപാത്ത് കള്ളം പറയൽ ആസ്വാദനമോ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണമായോ മാറുന്നു. അവരുടെ കള്ളം പറയുന്നതിൽ എത്രയും സ്വാഭാവികവും ആത്മവിശ്വാസമുള്ളതും എന്നത് ഭയാനകമാണ്. പലപ്പോഴും അവരത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാൻ പോലും ചിന്തിക്കാറില്ല. അവർക്ക് സങ്കീർണമായ കഥകൾ സ്പിൻ ചെയ്യാനും അങ്ങനെ ചെയ്യുമ്പോൾ പൂർണ്ണമായും ആത്മാർത്ഥമായി പ്രത്യക്ഷപ്പെടാനും കഴിയും. കള്ളം പിടിക്കുമ്പോൾ അവർ സമാധാനത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ അത് അവരുടെ സ്വാഭാവികമായ കള്ളം പറയലിൻ്റെ ഒരു അടയാളമാകാം. 4. അവർ കൃത്രിമത്വത്തിൻ്റെ യജമാനന്മാരാണ്. സൈക്കോപാത്തുകൾ മനോഹരമായ മാനിപ്പുലേറ്റർമാരാണ്. അവർ ആളുകളുടെ ദുർബലതകൾ വായിച്ച് അവയെ ഉപയോഗപ്പെടുത്തുന്നതിൽ പ്രാവീണ്യം നേടുന്നു. അവർ എളുപ്പത്തിൽ നിങ്ങളെ തെറ്റായവരായി തോന്നിപ്പിക്കുകയോ സാഹചര്യങ്ങൾ ഒരു തരത്തിൽ തിരുത്തി നിങ്ങളെ സംശയപ്പെടുത്തുകയോ ചെയ്യുന്നു. ഈ മാനിപ്പുലേഷൻ സൂക്ഷ്മമായിരിക്കാം. അവർ നിങ്ങളുടെ ആശങ്കകൾ കുറയ്ക്കുകയോ സംഭവങ്ങളിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ തന്നെ സംശയിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്കെതിരായ പ്രവൃത്തികൾ നിങ്ങൾ പോലും അറിയാതെ അയാൾ ചെയ്യുന്നു. 5. അവർക്ക് പശ്ചാത്താപമില്ല. മറ്റൊരാളെ വേദനിപ്പിക്കുന്ന മിക്ക ആളുകൾക്കും ഖേദമോ പശ്ചാത്താപമോ ഉണ്ടാവും. പക്ഷേ സൈക്കോപാത്തുകളിൽ അത് അപൂർവമായേ അനുഭവപ്പെടുള്ളൂ. കുറ്റബോധം കാണിക്കുന്നതിനേക്കാൾ ഉപദ്രവത്തെക്കുറിച്ചും അതിനുശേഷം ചിരിക്കാനും മറക്കാനും അവർക്ക് എളുപ്പം കഴിയും. പിന്നീട് അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ അവരുടെ പ്രതികരണത്തിൽ കുറ്റം തിരിച്ചറിയാതെ മറ്റുള്ളവരെ കുറ്റം ചുമത്തുകയോ അല്ലെങ്കിൽ മറികടക്കാൻ ശ്രമിക്കുകയോ ചെയ്യും. അവഗണിക്കുകയോ അത് വലിയ കാര്യമല്ല എന്ന് കാണിക്കുകയോ ചെയ്താൽ മനുഷ്യ വൈകാരിക അനുഭവത്തിൻ്റെ ഒരു പ്രധാന ഭാഗം അവർക്ക് നഷ്ടമാകുന്നതിൻ്റെ പ്രധാന മുന്നറിയിപ്പ് ചിഹ്നമാണിത്. 6. അവർ ത്രില്ലിനായി ജീവിക്കുന്നു.
മനോരോഗികൾക്ക് പലപ്പോഴും ഉത്തേജനത്തിൻ്റെ ഉയർന്ന ആവശ്യമുണ്ട്. മാത്രമല്ല, അവർ വ്യത്യസ്തമായതോ അപകടകരമോ ആയ പ്രവർത്തനങ്ങൾ തേടുന്നു. പക്ഷേ അവർക്കുള്ള പ്രത്യേകത അതെല്ലാം ആവേശത്തിൽ അടങ്ങിയിരിക്കുക എന്നതാണ്. മറ്റുള്ളവരുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യം അവർ നോക്കാറില്ല. ഈ ആവേശം തേടുന്ന പെരുമാറ്റം അവരുടെ മറ്റുള്ളവരെ അപകടത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളിൽ കാണാൻ സാധിക്കും. അവർ അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥിരമായി കൂടുതൽ അപകടകരമായ അനുഭവങ്ങൾ തേടുന്നുവെങ്കിൽ മറ്റ് ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് താൽപ്പര്യമില്ലാതെ ഇത് വളരെ ദാരുണമായ ഇടപെടലുകളുടെ സൂചനയായിരിക്കാം. 7. അവർ എളുപ്പത്തിൽ ബോറടിക്കുന്നു. അതേസമയം പുതിയ പ്രൊജക്റ്റുകൾ തേടുകയും ചെയ്യുന്നു. സൈക്കോപാത്തുകൾ എളുപ്പത്തിൽ ബോറടിക്കുന്നു. ഒരാളെ കീഴടക്കിയതിനു ശേഷം ഒരു മടിയുമില്ലാതെ മുന്നോട്ടു പോവാൻ സാധ്യതയുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധം രസകരമല്ലെന്ന് തോന്നിയാൽ അത് അവസാനിപ്പിക്കാൻ ഇവർ മടി കാണിക്കാറില്ല. ആളുകളെ ഒരു പ്രൊജക്റ്റായി കാണുന്നതും അവരുടെ സമയവും ഊർജവും പ്രഥമത്തിൽ നിക്ഷേപിക്കുന്നതും പിന്നീട് അതേ വ്യക്തികളെ ഊർജം കുറച്ച് മാറ്റിവിടുന്നതും കാണാം. ഇങ്ങനെ പെട്ടെന്ന് വഴിമാറി നടക്കുന്ന ഒരാൾ നിങ്ങളുടെ ഭൂതകാലത്തിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 8. അവർക്ക് ആരെയും വശീകരിക്കാനുള്ള കഴിവുണ്ട്, എന്നാൽ ആഴമില്ല. സൈക്കോപാത്ത് വളരെ രസകരമാകും കഥകൾ പങ്കിടുക, ആകർഷകമായ സംഭാഷണം നടത്തുക. എന്നാൽ നിങ്ങൾ അല്പം ശ്രദ്ധിച്ചാൽ അതിന് പിന്നിൽ വലിയ പദാർത്ഥമുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം. ആദ്യം കണ്ടുമുട്ടുന്ന പലരും അവരെ ആകർഷകരായി തോന്നാം. പക്ഷേ സമയം കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാം, അവർ വ്യക്തിഗതമായ അറിവുകൾ പങ്കുവയ്ക്കുകയോ ഗഹനമായ അനുഭവങ്ങളാൽ ബാധിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന്. നിങ്ങൾ കാണുന്നത് ഒരു ഷോയിൽ പ്രകടനം നടത്തുന്ന ഒരാളെയാണ്, അല്ലാതെ സത്യമായ ഒരു വ്യക്തിയെ അല്ല. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് വളരെ നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.